പാഠത്തിന്റെ പേരാണ് കുട്ടിപ്പുര. എന്താണ് നമ്മുടെ പുതിയ പാഠത്തിന്റെ പേര്? കുട്ടിപ്പുര. എല്ലാ മക്കളും നല്ല മിടുക്കന്മാരാണ് അല്ലേ? അപ്പൊ എല്ലാ മക്കളും ഈ പേജ് നമ്പർ 22, 23 എടുത്തു വെച്ചേ. എല്ലാ മക്കളും എടുത്തു വെച്ചോ? ആ ചിത്രത്തിൽ എന്തൊക്കെയാ മക്കൾക്ക് കാണാൻ പറ്റുന്നത്? ഒരുപാട് വീടുകൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ചിത്രത്തിലെ വീടുകൾ എല്ലാ വീടുകളും ഒരുപോലെയാണോ ഉള്ളത്? അല്ല, വിവിധ തരത്തിലുള്ള വീടുകളാണ് അല്ലേ? എന്തൊക്കെ തരത്തിലുള്ള വീടുകളുണ്ട്? ഓടുമേഞ്ഞ വീടുണ്ട്. പിന്നെയോ കോൺക്രീറ്റ് വീടുണ്ട്. പിന്നെ ഓലമേഞ്ഞ വീടുണ്ട്. പിന്നെ ഏത് വീടാണത്? പുല്ലുമേഞ്ഞ വീടുണ്ട്. പിന്നെ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ടെന്റ് ഉണ്ട്. പിന്നെയോ ഒരുപാട് നിലകളുള്ള ഫ്ലാറ്റും ഉണ്ട് അല്ലേ? മക്കളെ, ഒരു നില വീട്ടിൽ എത്ര കുടുംബങ്ങൾക്ക് താമസിക്കാം? ഒരു കുടുംബത്തിന് താമസിക്കാം അല്ലേ? അപ്പൊ 2 നില വീട്ടിലോ ഒരുപാട് പേർക്ക് താമസിക്കാം അല്ലേ? അപ്പൊ ഒരുപാട് നിലകളുള്ള ഫ്ലാറ്റിലോ ഒരുപാട് കുടുംബങ്ങൾക്ക് താമസിക്കാം അല്ലേ? നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് ഒരു വലിയ മലയുണ്ടല്ലേ? പിന്നെ എന്താ ചിത്രത്തിലുള്ളത്? ഒരു തോടുണ്ടല്ലേ? പിന്നെ എന്താ മക്കളെ ഉള്ളത്? പാലമുണ്ട്. പിന്നെയോ പൂക്കളുണ്ട്. പിന്നെയോ പക്ഷികളും കിളികളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണല്ലേ ചിത്രത്തിൽ കാണാൻ പറ്റുന്ന മക്കൾക്ക്. ഇനി നമ്മുടെ പാഠത്തിലേക്ക് പോയാലും നമുക്ക് എല്ലാവർക്കും പേജ് നമ്പർ 24 എടുത്തേ. എല്ലാ മക്കളും എടുത്തോ? അപ്പൊ ടീച്ചർ പാഠം വായിക്കട്ടെ. 6 വയസ്സുള്ള സാവിത്രിക്കുട്ടി അച്ഛന്റെ കൈ പിടിച്ച് വലിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. സാവിത്രിക്കുട്ടിക്ക് എത്ര വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്? 6 വയസ്സുള്ള സാവിത്രിക്കുട്ടി അച്ഛന്റെ കൈ പിടിച്ച് വലിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നല്ലേ? സാവിത്രിക്കുട്ടി ആരുടെ കൈയാണ് പിടിച്ചു വെച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നത്? ആരുടെ കൈയാ? സാവിത്രിക്കുട്ടി അച്ഛന്റെ കൈ പിടിച്ചു വലിച്ചല്ലേ? കൈ അച്ഛനല്ലേ പിടിച്ചു വലിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. പറയൂ അച്ഛാ പറയൂ. ആര് കൊണ്ടത്? സാവിത്രിക്കുട്ടി പറഞ്ഞു. പറയൂ അച്ഛാ പറയൂ. അച്ഛനോ? അച്ഛൻ ഉമ്മറത്തെ ചാരുകസേരയിലിരുന്നു. അച്ഛൻ എവിടെയിരുന്നത്? ഉമ്മറത്തെ ചാരുകസേരയിലിരുന്നു. സാവിത്രിക്കുട്ടി അക്ഷമയോടെ കാത്തുനിന്നല്ലേ? സാവിത്രിക്കുട്ടി എന്തോടെ കാത്തുന്നത്? സാവിത്രിക്കുട്ടി അക്ഷമയോടെ കാത്തുനിന്നു. വീരൂ, അച്ഛൻ ആരംഭിച്ചു. ഇതാ ഈ കുട്ടിക്ക് ഒരു വാശി. ഒരു കുട്ടിപ്പുര പണിയണമെത്രേ. നമുക്കിത് വാശിയില്ലേ? അതുപോലെ സാവിത്രിക്കുട്ടിക്ക് ഒരു വാശി. എന്താ വാശി? ഒരു കുട്ടിപ്പുര പണിയണമെത്രല്ലേ? കുട്ടിപ്പുര മാത്രം പോരാ, അതിൽ ആളുകളെ വേണം. അവൾ കൂട്ടിച്ചേർത്തു. ആണുങ്ങളോ പെണ്ണുങ്ങളോ? വേണുവിന് സംശയമുണ്ടായി. സാവിത്രിക്കുട്ടി ആദ്യം എന്തായിരുന്നു പറഞ്ഞത്? ഒരു കുട്ടിപ്പുര വേണമെന്നായിരുന്നു പറഞ്ഞത്. പിന്നീട് എന്താ പറഞ്ഞത്? ഇതിൽ ആളുകൾ വേണം പറഞ്ഞു. ആണുങ്ങളോ പെണ്ണുങ്ങളോ? വേണുവിന് എന്തുണ്ടായി? സംശയം ഉണ്ടായില്ലേ? ആണുങ്ങളാണ് വീട്ടിൽ വേണ്ടത്, പെണ്ണുങ്ങളാണ് വീട്ടിൽ വേണ്ടത്. വേണുവിന് സംശയമുണ്ടായി. പെണ്ണുങ്ങൾ, ഒക്കെ പെണ്ണുങ്ങൾ, 3 പെൺകുട്ടികൾ വേണം. പിന്നെ അച്ഛനും അമ്മയും. എന്തൊക്കെയാണെന്നായിരുന്നു തന്റെ കുട്ടിപ്പുരയിൽ എന്തൊക്കെ വേണമെന്നായിരുന്നു സാവിത്രിക്കുട്ടി പറഞ്ഞത്? അച്ഛനും അമ്മയും പിന്നെ 3 പെൺകുട്ടികളും വേണമായിരുന്നു അല്ലേ? ശരി, വേലു സമ്മതിച്ചു അല്ലേ? വേലു സമ്മതിച്ചു. ഞാൻ പഠിച്ചു തരാം അല്ലേ? സമ്മതിച്ചു. എന്നേക്ക് പണി തീരും? സാവിത്രിക്കുട്ടിക്ക് അപ്പോഴേക്കും ധൃതിയായില്ലേ? എന്നേക്ക് പണി തീരും? സാവിത്രിക്കുട്ടി അപ്പോഴേക്കും ധൃതിയായി. ഒരാഴ്ച ഇരുൾ 10 ദിവസം അല്ലേ? ഒരാഴ്ച ഇരുൾ 10 ദിവസം. വേലു മാനത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പെരുമഴയാണ് വരുന്നത്. ഈ മഴക്കാലത്ത് മറ്റു പണികളൊന്നും ഉണ്ടാവില്ല. ഈ കുട്ടിപ്പുരയുടെ പണി കിട്ടിയത് നന്നായി. എന്തായിരുന്നു വേലു മാനത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞത്? പെരുമഴയാണ് വരുന്നത്. ഈ മഴക്കാലത്ത് മറ്റു പണികളൊന്നും ഉണ്ടാവില്ല. ഈ കുട്ടിപ്പുരയുടെ പണി കിട്ടിയത് നന്നായി അല്ലേ? സാവിത്രിക്കുട്ടി അന്നു രാത്രി ഉറങ്ങിയില്ല.
തന്നെ അവൾ സ്വപ്നം കണ്ടു. അപ്പൊ മക്കളെ, ഇന്നത്തെ ക്ലാസ് ഇത്രയും മതിയോ? ആ, അപ്പൊ എല്ലാവർക്കും വർക്ക്. ഇനി അടുത്ത വർക്ക് ടീച്ചർ വർക്ക് തരാം. ഇനി ടീച്ചർ കുട്ടിപ്പുര പാടത്തിലെ വർക്ക് തരാം. സാറ്റുകുട്ടി എന്ന വാക്കിനെയോ കുട്ടിപ്പുര എന്ന ആ സാറ്റുകുട്ടി എന്ന വാക്കിന് വട്ടം വരയ്ക്കൂ. എല്ലാ മക്കളും വട്ടം വരച്ചോ? ആ, കുമ്മറത്തേക്ക് ഇതുകൂടി വട്ടം വരച്ചോ. കുമ്മറത്തേക്ക് എല്ലാ മക്കളും വരച്ചോ? ആ, ഇനി അടുത്തത് ചാരുകസേര. എല്ലാ മക്കളും വരച്ചോ? ഇനി അക്ഷമയോടെ വരച്ചോ? അക്ഷമയോടെ വട്ടം വരച്ചോ? ഇനി വാശി. വാശി വട്ടം വരച്ചോ? ആ, കുട്ടിപ്പുര. കുട്ടിപ്പുര വട്ടം വരച്ചോ? പിന്നെയോ? ആ, സംശയമുണ്ടായി. സംശയമുണ്ടായി വട്ടം വരച്ചോ? സമ്മതിച്ചു. അതുകൂടി വട്ടം വരച്ചോ? സമ്മതിച്ചു വട്ടം വരച്ചോ? ഇനി ധൃതിയായി. ധൃതിയായി വട്ടം വരയ്ക്കൂ. ഇനി ഏറിയാൽ. എല്ലാവരും ഏറിയാൽ വട്ടം വരച്ചോ? ഇനി മാനത്തേക്കു. അതും വട്ടം വരച്ചോ? അതിനുശേഷം പെരുമഴ. അതുകൂടി വട്ടം വരയ്ക്കൂ. അതിനുശേഷം രാത്രി. പിന്നെ വരാന്ത, കിടപ്പറ, ഊടുമുറി, അടുക്കള, കലവറ, സുന്ദരമായ സ്വപ്നം. ഇതൊക്കെ വട്ടം വരച്ചോ? അപ്പൊ എല്ലാ മക്കളും വട്ടം വരച്ചോ? അപ്പൊ എല്ലാ മക്കളും മുതിർന്നവരുടെ സഹായത്തോടെ വട്ടം വരച്ചോ? ആ, അപ്പൊ എല്ലാ മക്കളും നല്ലോണം പഠിച്ച് ഭാവിയിൽ നല്ലൊരു